വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവർ, വളരെ ഭംഗിയായ രീതിയിൽ ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. കൃത്യമായിട്ട് നമ്മളൊരു രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളാണ്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളെതിരെ പറഞ്ഞാലൊന്നും നമ്മൾ അതിനെ പേടിച്ചു പോകുന്ന മനുഷ്യരൊന്നല്ല. കൃത്യമായിട്ട് നമുക്ക് രാഷ്ട്രീയം ഉണ്ടെന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. രാഷ്ട്രീയം നമ്മുടെ എന്നോടും ഈ പറഞ്ഞ മാതിരി ആളുകൾ പറയാൻ നമ്മുടെ പാട്ടുകാരൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ പത്രം പിടിക്കാതെന്നൂടെ. ഞാൻ പറയുകയാണെങ്കിൽ പാർട്ടി മെമ്പറാണ്. അപ്പോൾ പാർട്ടി മെമ്പറായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അയാളുടെ രാഷ്ട്രീയം, അയാൾ സിനിമ ചെയ്യുമ്പോഴും രാഷ്ട്രീയം ഉണ്ടാവും. അപ്പോൾ സർഗാത്മകതയും കമ്മ്യൂണിസവും എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ കൂടിച്ചേരലാണ്. ഇതൊക്കെ ഉള്ള ഒരാളാണ് സ്വരാജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടാവുക എന്നാണ്. വളരെ തെളിഞ്ഞ ഒരു മനസ്സുണ്ടാവുക, മറ്റുള്ളവരുടെ വാക്കുകൾ അവരെ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരാളാവുക എന്നുള്ളതാണ് എപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അതിലൊരു മാനവികത ഉണ്ടാവണം. അങ്ങനെ ഒരാളെ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ആണ് നമ്മുടെ ഒരു വലിയ പരാജയം എന്ന് പറയുന്നത്. കാരണം ഈ വർത്തമാനകാലം അത്ര ഒരു രീതിയിലുള്ളൊരു കാലമല്ല. നുണകളെ പ്രചരിപ്പിക്കുന്ന ഒരു കാലത്താണ്. നുണകളാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലത്ത് പ്രതിരോധത്തിൻ്റെ ഒരു ശബ്ദമുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ സ്വരാജിനെ വിജയിപ്പിക്കേണ്ട മനസ്സുകൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ബോധ്യത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം എന്ന് കരുതുന്നു. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് തന്നെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ.